അസഹനീയമായ ഉഷ്ണതരംഗത്തിനും ദീർഘകാല വരൾച്ചയ്ക്കും പിന്നാലെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അതിവേഗം വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് സ്പെയിനിലും ഫ്രാൻസിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. ശക്തമായ കാറ്റും അത്യുഷ്ണവും തീ നിയന്ത്രണാതീതമായി പടരാൻ ഇടയാക്കുന്നതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഓരോ മണിക്കൂറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനും സ്വത്തിനും ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലുമായി ഏകദേശം 3 ലക്ഷത്തോളം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രത്യാഘാതങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ഈ കാട്ടുതീ യൂറോപ്പിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുമെന്ന ആശങ്ക ശക്തമാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ സ്പെയിൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക അടിയന്തര നിയന്ത്രണ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിലും സ്ഥിതി അതീവ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം ഇതുവരെ അഭിമുഖീകരിക്കാത്ത തോതിലുള്ള പ്രകൃതി ദുരന്തമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുതീയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനും ജനങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയന്റെ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചു. അധിക അഗ്നിശമന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, വിദഗ്ധ സംഘങ്ങൾ, ദുരന്ത നിവാരണ ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ശക്തമാക്കിയിരിക്കുകയാണ്. സ്പെയിനിൽ തലസ്ഥാനമായ മാഡ്രിഡിന് സമീപത്തും അവില പ്രവിശ്യയിലുമായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആരംഭിച്ച കാട്ടുതീ പിന്നീട് ഒന്നിച്ചു ചേർന്ന വൻ അഗ്നിവലയമായി മാറിയത് അധികൃതരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. തീയുടെ വ്യാപനം തടയാൻ വനമേഖലകളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കുകയും നിരവധി ദേശീയപാതകൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി വിതരണവും ഗതാഗതവും പല മേഖലകളിലും തടസ്സപ്പെട്ടു. ഫ്രാൻസിൽ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന കാപ് ഫെറെ ഉപദ്വീപ് കാട്ടുതീയുടെ വലയത്തിലായതോടെ ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങി. കരമാർഗങ്ങൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ നൂറുകണക്കിന് ബോട്ടുകളുടെ സഹായത്തോടെയാണ് വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും കടൽ മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഒഴിപ്പിച്ചത്. നിരവധി ക്യാമ്പിംഗ് കേന്ദ്രങ്ങളും റിസോർട്ടുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഫ്രാൻസിൽ മാത്രം ഇതിനകം 11,000 കണക്കിന് ഹെക്ടർ വനഭൂമി കത്തിനശിച്ചതായി പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്പെയിനിലും ആയിരക്കണക്കിന് ഹെക്ടർ വനമേഖലയും കൃഷിഭൂമിയും അഗ്നിക്കിരയായിട്ടുണ്ട്. നിരവധി വീടുകൾ, കൃഷിയിടങ്ങൾ, ഫാമുകൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയ്ക്ക് വ്യാപക നാശനഷ്ടമുണ്ടായി. കാട്ടുമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയും ഗുരുതരമായി തകർന്നതായി പരിസ്ഥിതി വിദഗ്ധർ അറിയിക്കുന്നു. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേന, സൈന്യം, സിവിൽ പ്രതിരോധ സേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഭരണകൂടങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം, തണുപ്പുകാലം ഒഴിച്ചാൽ പൊതുവെ സമശീതോഷ്ണ കാലാവസ്ഥ ഇതെല്ലാം ചേർന്ന് ഏറ്റവും സുഖപ്രദമായ ഭൂപ്രദേശം എന്ന പേര് നേടിയ ഇടമാണ് യൂറോപ്പ്. അവിടെയാണ് കാലാവസ്ഥാ മാറ്റം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത്. കാടും നാടും കത്തിയെരിയുമ്പോൾ കോടിക്കണക്കിന് യൂറോയുടെ നഷ്ടം വേറെ. നാളെ എന്തെന്നറിയാത്ത അനിശ്ചിതത്വത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ലോകത്തെ മുൻനിര വികസിത രാജ്യങ്ങൾ. മുന്തിരിത്തോട്ടങ്ങൾ, ധാന്യം വിളയുന്ന പാടങ്ങൾ, മനോഹരമായ ചെറുഗ്രാമങ്ങളും പട്ടണങ്ങളും ഇങ്ങനെയുള്ള ഫ്രാൻസിലെ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് കാട്ടുതീ സംഹാര താണ്ഡവമാടുന്നത്. ലോകത്ത് തന്നെ കാലാവസ്ഥാ മാറ്റം ഏറ്റവും പ്രകടമാകുന്നതും അതിന്റെ ആഘാതം കടുക്കുന്നതുമായ പ്രദേശമാണ് യൂറോപ്പ്. ഓരോ 10 വർഷത്തിലും താപനില 0.5 ഡിഗ്രി സെൽഷ്യസ് വീതം യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്നതായാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇത് അപകടകരമാം വിധം ഉയർന്ന കണക്കാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതും തീ ആളിപ്പടരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. കൃത്യമായ വനസംരക്ഷണവും മാനേജ്മെന്റുമാണ് കാട്ടുതീ തടയാനുള്ള മാർഗമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജനവാസ പ്രദേശങ്ങൾക്കും കാടിനുമിടയിൽ ഫയർ ബ്രേക്കേഴ്സ് ഉണ്ടാകുന്നതും പ്രധാനമാണ്. ഇതിനെല്ലാം വേണ്ടിവരിക വൻ നിക്ഷേപവും മനുഷ്യാധ്വാനവുമാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഇടത്തരം സാമ്പത്തിക നിലയിലുള്ളതും ദരിദ്ര രാജ്യങ്ങളും കാലാവസ്ഥാ മാറ്റത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രയും തീവ്രതയിൽ തന്നെ വികസിത ലോകവും അനുഭവിക്കുകയാണെന്ന് യൂറോപ്പിലെ കാട്ടുതീ വ്യക്തമാക്കുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇല്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.